ഒരു രാത്രി പുലരും മുമ്പ് തൻ്റെ ജീവനും കൊണ്ട് 50 കിലോമീറ്റർ താണ്ടി മറ്റൊരു രാജ്യത്ത് അഭയം പ്രാപിക്കുന്നു. അവൻ്റെ കൺമുന്നിൽ വെച്ച് സ്വന്തം വീട് കത്തിക്കരിയുന്ന കണ്ട് സഹിക്കാൻ കഴിയാതെ അവൻ പൊട്ടിക്കരയുന്നു. അതിനുപരി അവൻ പ്രാണനായി സ്നേഹിച്ച തൻ്റെ മുത്തച്ഛൻ വെടിയേറ്റ് മരിക്കുന്നു. വർഷം 2012. ടോട്ടൻഹാമിൽ നിന്നും 30 മില്യൺ യൂറോ കൊടുത്തൊരു പയ്യനെ റയൽ ടീമിലെത്തിക്കുന്നു. റയലിനെ അത്രയധികം സ്നേഹിച്ചവർ പോലും അവനെ കളിയാക്കി പറഞ്ഞു, ഇത് തന്നെയായിരിക്കും ലോകത്തിലെ ഏറ്റവും മോശം സൈനിങ് എന്ന്. കാലമെങ്ങോ മാറിപ്പോയി. റൊണാൾഡോയും മെസ്സിയും മാറി മാറി നേടിയിരുന്ന ബാലൻ ഡോർ 2018 മറ്റൊരാളെ തേടിയെത്തി. ഒരു സ്വർണ്ണമുടിക്കാരൻ, മൈതാനത്തിന്റെ ഏത് മൂലയിൽ നിന്നും മിന്നൽ ആക്രമണം നടത്തുന്നവൻ, കളിക്കളത്തിലെ ഏതാക്രമണവും താൻ മുൻപ് അനുഭവിച്ച വേദനകൾക്ക് മറുപടിയാക്കി മാറ്റിയവൻ, അന്ന് കളിയാക്കിയവരെ കൊണ്ട് ഇനി റയലിന്റെ മധ്യനിര ഭരിക്കാൻ ഇനി വേറൊരാളില്ല എന്ന് പറയിപ്പിച്ചവൻ, പ്രായം തളർത്താത്ത ലെജൻഡ്, ക്രൊയേഷ്യൻ മിഡ്ഫീൽഡർ ലൂക്ക മോഡ്രിച്ച്.